Ignite Physics. Concept to Clarity. സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ദൂരത്തിൽ നിന്ന് വേഗത്തിലേക്കുള്ളൊരു യാത്ര. ഭൗതികശാസ്ത്രത്തിലെ ചലനങ്ങളെക്കുറിച്ചുള്ള ചില അടിസ്ഥാന കാര്യങ്ങൾ വളരെ ലളിതമായി എന്നാൽ രസകരമായി നമുക്കിന്ന് നോക്കാം. എങ്ങനെയുണ്ട്? തുടങ്ങുകയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വിശദീകരണത്തിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ദൂരം എന്നാൽ എന്താണ്? അതളക്കുന്ന യൂണിറ്റുകൾ, ഉപകരണങ്ങൾ, പിന്നെ വേഗത്തിൻ്റെ നിർവചനവും അത് കണക്കാക്കുന്ന രീതിയും, ഒപ്പം അവസാനമായി ഒരു ചെറിയ ചിന്തയും. വേഗം തുടങ്ങാം, അല്ലേ? ശരി. ആദ്യത്തെ സെക്ഷൻ നമ്മുടെ ദൈനംദിന യാത്രകളെക്കുറിച്ചാണ്. തികച്ചും ശാസ്ത്രീയമായ കാര്യങ്ങളെ നമ്മുടെ നിത്യജീവിതത്തിലെ വളരെ സാധാരണമായ ഒരു അനുഭവവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ദിവസവും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കോ ഓഫീസിലേക്കോ ഒക്കെ ഒരു പ്രത്യേക വഴിയിലൂടെയാണല്ലോ യാത്ര ചെയ്യുന്നത്. എന്നാൽ ഈ പാതയുടെ നീളം കൃത്യമായി നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്? ഇന്നത്തെ ഈ വിശകലനത്തിലൂടെ നമ്മൾ കണ്ടെത്താൻ പോകുന്ന അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. ദൂരം അഥവാ ഡിസ്റ്റൻസ് എന്നാൽ എന്താണ്? ആ സഞ്ചരിക്കുന്ന പാതയെ നമുക്കൊന്ന് കൃത്യമായി നിർവചിക്കാം. പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന തികച്ചും ശാസ്ത്രീയമായ നിർവചനം ഇതാണ്. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് ദൂരം. വളരെ സിമ്പിളല്ലേ? ഈ ഒരു അടിസ്ഥാന നിർവചനം നമ്മുടെ ഈ വിശദീകരണം തീരും വരെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കിയേ. ഒരു അത്ലറ്റ് ഈ കാണുന്ന 400 മീറ്റർ ട്രാക്കിലൂടെ കൃത്യം ഒരു റൗണ്ട് മുഴുവനായും ഓടിത്തീർത്താൽ അവിടെ അയാൾ സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും? കൃത്യം 400 മീറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ നിർവചനത്തിന് ഇതിലും മികച്ചൊരു ഉദാഹരണമില്ല. ഇനി മൂന്നാമത്തെ കാര്യം, യൂണിറ്റുകളും ഉപകരണങ്ങളും. നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ അളക്കുന്നത്? സങ്കല്പങ്ങളിൽ നിന്നും മാറി അല്പം പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് വരാം. ദൂരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് അഥവാ SI യൂണിറ്റ് എന്നത് മീറ്ററാണ്. നേരത്തെ ആ ട്രാക്കിൻ്റെ നീളം നമ്മൾ മീറ്ററിൽ അളന്നത് അതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ ട്രെയിനിലോ മറ്റോ പോകുന്ന വലിയ ദൂരങ്ങൾ അളക്കാനോ അതിന് നമ്മൾ കിലോമീറ്റർ ഉപയോഗിക്കും. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്ററിന് തുല്യമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായല്ലോ. കാറുകളുടെയും മറ്റും ഡാഷ്ബോർഡിൽ ഇങ്ങനെ അക്കങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഉറപ്പായും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ ഉപകരണമാണ് ഓഡോമീറ്റർ. ഒരു വാഹനം ആകെ എത്ര കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിച്ചത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുന്നത്
ഈ ചെറിയ ഉപകരണമാണ്. അടുത്ത സെക്ഷനിലേക്ക് പോകാം. വേഗം നിർവചിക്കാം. നമ്മൾ പഠിച്ച ദൂരത്തോടൊപ്പം സമയം എന്നൊരു കാര്യം കൂടി ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ കാണുന്ന താരതമ്യമൊന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറയുന്നതും എത്ര വേഗത്തിൽ സഞ്ചരിച്ചു എന്ന് പറയുന്നതും തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. കേവലം കുറച്ചു സ്ഥലം പിന്നിട്ടു എന്നതിനപ്പുറം ആ സ്ഥലം എത്ര പെട്ടെന്ന് പിന്നിട്ടു എന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന്, ഒളിമ്പിക്സിലെ ഈ 100 മീറ്റർ റേസ് ഫിനിഷിംഗ് നോക്കൂ. ഇവിടെ ഈ ഓട്ടക്കാരെല്ലാവരും ഒരേ 100 മീറ്റർ ദൂരം തന്നെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ആരാണ് വിജയിക്കുന്നത്? ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ആ ദൂരം പൂർത്തിയാക്കുന്ന ആള്, അല്ലേ? അതെ, ഇവിടെ ദൂരമല്ല, പകരം സമയമാണ് ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഈ ഉദാഹരണത്തെ ഭൗതികശാസ്ത്രത്തിൻ്റെ വളരെ വ്യക്തമായൊരു നിയമമാക്കി മാറ്റാം എന്നതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. അതായത്, യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരമാണതിൻ്റെ വേഗം അഥവാ സ്പീഡ് എന്ന് നമുക്ക് വളരെ കൃത്യമായി നിർവചിക്കാം. അപ്പോൾ വേഗത്തിൻ്റെ യൂണിറ്റുകൾ കൂടി നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. ഇതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ്. പക്ഷേ നമ്മുടെ സാധാരണ വാഹനങ്ങളിൽ നമ്മൾ കിലോമീറ്റർ പെർ മണിക്കൂറാണല്ലോ ഉപയോഗിക്കാറുള്ളത്. ഇവ തമ്മിലുള്ള ഗണിതശാസ്ത്രപരമായൊരു ബന്ധം നമ്മുടെ പഠനരേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. 1 കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് പറയുന്നത് 5/18 മീറ്റർ പെർ സെക്കൻഡിന് തുല്യമാണ്. ശരി, ഇനി അഞ്ചാമത്തെ ഭാഗം, വേഗം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രായോഗികമായി എങ്ങനെയൊരു സൂത്രവാക്യമാക്കി മാറ്റാം എന്നതിലേക്കാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സിമ്പിളായ ആ ഫോർമുല ഇതാണ്: വേഗം സമം ദൂരം ഹരിക്കണം സമയം. അതായത് സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം. ഒരു വസ്തു എത്ര ദൂരം സഞ്ചരിച്ചു, അതിനെത്ര സമയമെടുത്തു എന്ന് നമുക്കറിയാമെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്കതിൻ്റെ വേഗം കണ്ടെത്താം. ഉദാഹരണത്തിന്, ഇവിടെയുള്ള ഈ ഡാറ്റാ പട്ടിക നോക്കൂ. 3 പേർ ഒരേ 400 മീറ്റർ ദൂരം ഓടാനെടുത്ത സമയമാണത്. ഒരാൾ 180 സെക്കൻഡ് എടുത്തു, രണ്ടാമൻ 120 സെക്കൻഡും മൂന്നാമൻ 400 സെക്കൻഡും. ഇതിൽ നമ്മുടെ ആ സൂത്രവാക്യമൊന്ന് പ്രയോഗിച്ചു നോക്കിയേ. അതെ, വെറും 120 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തിയ അത്ലറ്റ് ബി ആണ് ഏറ്റവും വേഗത്തിൽ ഓടിയതെന്ന് നമുക്ക് കൃത്യമായി കണക്കാക്കാൻ കഴിയും. അതുപോലെ വാഹനങ്ങളിലെ ഈ മീറ്റർ നിങ്ങൾ ദിവസവും കാണുന്നതല്ലേ? ഇതാണ് സ്പീഡോമീറ്റർ. നേരത്തെ പറഞ്ഞ ഉപകരണവുമായി ഇതിനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഓഡോമീറ്റർ ആകെ സഞ്ചരിച്ച ദൂരം അളക്കുമ്പോൾ
ഈ സ്പീഡോമീറ്റർ അളക്കുന്നത് ഒരു വാഹനത്തിൻ്റെ ആ നിമിഷത്തിലുള്ള വേഗം മാത്രമാണ്. രണ്ടും രണ്ടാണ്. അങ്ങനെ നമ്മൾ ഈ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. അവസാന ചിന്ത: സമവേഗവും അസമവേഗവും. ഇതുവരെ നമ്മൾ കണ്ട ഈ സൂത്രവാക്യങ്ങളെയൊക്കെ നമ്മുടെ ചുറ്റുമുള്ള അല്പം കൂടി സങ്കീർണമായ യഥാർത്ഥ ലോകവുമായി നമുക്കൊന്ന് ബന്ധിപ്പിച്ച് നോക്കാം. ഈ ക്ലോക്കിലേക്കൊന്ന് നോക്കിയേ. ഇതിലെ സെക്കൻഡ് സൂചിയുടെ അറ്റം തുല്യ സമയവേളകളിൽ കൃത്യമായി തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നത്. ഒരേ വേഗതയിലുള്ള, യാതൊരു മാറ്റവുമില്ലാത്ത ഇത്തരം ചലനങ്ങളെയാണ് നമ്മൾ സമവേഗം അഥവാ യൂണിഫോം സ്പീഡ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ നടക്കുന്നതോ അല്ലെങ്കിൽ ഒരു പക്ഷി പറക്കുന്നതോ ഒക്കെ എടുത്താൽ അവയുടെയൊക്കെ വേഗത നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന വേഗതയെയാണ് നമ്മൾ അസമവേഗം അഥവാ നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നിർത്തുന്നതിന് മുൻപ് നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കാൻ ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒട്ടുമിക്ക ചലനങ്ങളും, അതായത് നമ്മൾ സ്കൂളിലേക്ക് നടക്കുന്നതൊക്കെ അസമവേഗത്തിലാണെങ്കിൽ ഒരു നീണ്ട യാത്രയുടെ ശരാശരി വേഗം നമ്മൾ എങ്ങനെയാവും കൃത്യമായി അളക്കുക? യഥാർത്ഥ ലോകത്തെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ കൂടുതൽ രസകരമായ കാര്യങ്ങളിലേക്ക് കടക്കാൻ ഈ ചോദ്യം നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ഈ വിശദീകരണം നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം.